Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the iterative formula for finding root n, where it is a positive real number using Newton-Raphson method. Hence, find the root term. The Newton-Raphson method ഉപയോഗിച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇത് ഏപ്രിൽ 2019 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. Newton-Raphson method പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഫോർമുല എഴുതാം. ഫോർമുല എന്താണ്? xn plus 1 is equal to xn minus f of xn by f dash x. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ ഹിയർ നമുക്ക് x എന്നുള്ളത് ഹിയർ x is equal to root n എടുക്കാം. ഹിയർ x is equal to root n. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ് രണ്ട് വശം സ്ക്വയർ ചെയ്യുമ്പോൾ x സ്ക്വയർ സമയത്ത് നമുക്ക് n എന്നുണ്ട്. x സ്ക്വയർ is equal to n. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ f of x എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എന്തെടുക്കണം? x സ്ക്വയർ മൈനസ് n എടുക്കാം. f of x എന്നുള്ള ഫംഗ്ഷൻ x സ്ക്വയർ മൈനസ് n എടുക്കാം. f of x x സ്ക്വയർ മൈനസ് n ആണെങ്കിൽ f dash x എന്നുള്ള എന്തെടുക്കാം? മൈനസ് n is equal to 0. അപ്പൊ f dash x എന്നുള്ള എന്തായിരിക്കും? 2x ആയിരിക്കും. f dash x എന്നുള്ളത് 2x ആയിരിക്കും. അപ്പൊ നമ്മുടെ xn പ്ലസ് എന്നുള്ള ഫോർമുല ചേഞ്ച് ആവും. xn മൈനസ് f of xn എന്നുള്ള എന്തായിട്ട് എഴുതാം? xn സ്ക്വയർ മൈനസ് n ഡിവൈഡഡ് ബൈ f dash xn എന്താണ്? 2xn. ഓക്കെ, xn മൈനസ് f of xn ബൈ f dash xn. f of x എന്ന് പറഞ്ഞാൽ x സ്ക്വയർ മൈനസ് n ആണെങ്കിൽ f of xn എന്തായിരിക്കും? xn സ്ക്വയർ മൈനസ് n. f dash xn എന്തായിരിക്കും? 2xn. നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ xn മൈനസ് xn സ്ക്വയർ മൈനസ് n ബൈ 2xn വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2xn സ്ക്വയർ മൈനസ് xn സ്ക്വയർ പ്ലസ് n ഡിവൈഡഡ് ബൈ 2xn എന്ന് പറഞ്ഞാൽ എന്താണ്? xn സ്ക്വയർ പ്ലസ് n ബൈ 2xn. അപ്പോ xn പ്ലസ് 1 ഫോർമുല നമ്മൾ മോഡിഫൈ ചെയ്തു. നമ്മുടെ പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്തപ്പോ xn പ്ലസ് 1 is equal to xn സ്ക്വയർ പ്ലസ് n ബൈ 2xn. ഇത് ഓർമ്മിക്കും ഈ ഫോർമുല. അപ്പൊ xn പ്ലസ് 1 എന്നതിന്റെ ഫോർമുല xn സ്ക്വയർ പ്ലസ് n ഡിവൈഡഡ് ബൈ 2x. ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി ഇവിടെ നമുക്ക് റൂട്ട് 12 ആണ്. റൂട്ട് 12 ആവുമ്പോ നമുക്ക് ഈ n എന്നുള്ള എന്തെടുക്കാം? We take n is equal to 12. n is equal to 12. അപ്പോൾ നമ്മുടെ f of x എന്നുള്ള ഫംഗ്ഷൻ ആയിട്ട് മാറും x സ്ക്വയർ മൈനസ് 12 is equal to x സ്ക്വയർ മൈനസ് 12. ഇനി ഈ x സ്ക്വയർ മൈനസ് 12 നമുക്ക് റൂട്ട് ആദ്യം ഏതിന്റെ ഇടയിലാണ് വന്നത് അറിയാം. അത് അറിയാനായിട്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ n എന്നുള്ള 12 എടുക്കുമ്പോൾ xn പ്ലസ് 1 എന്നുള്ള ഫോർമുല എന്തായിട്ട് മാറും? xn സ്ക്വയർ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2x. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോർമുല. ആ ഫോർമുല കൂടെ എഴുതി. ആ ഫോർമുലയാണ് നമ്മുടെ ഫോർമുല. എന്നുള്ള നമ്മൾ 12 എടുക്കും. ഇനി നമുക്ക് f of x എന്നുള്ളത് x സ്ക്വയർ മൈനസ് 12 ആണ്. f of x എന്നുള്ളത് x സ്ക്വയർ മൈനസ് 12. എന്നുള്ള 12 എടുത്തപ്പോ x സ്ക്വയർ മൈനസ് 12. ഇനി f of 0 x 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ആണ് കിട്ടുന്നത്. f of 1 കൊടുക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടണേ? 1 മൈനസ് 12. അപ്പോഴും നെഗറ്റീവ് ആണ്. f of 2 കൊടുക്കാം. അപ്പൊ എത്ര കിട്ടണേ? 4 മൈനസ് 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടണേ? മൈനസ് 8. നെഗറ്റീവ് ആണ്. f of 3 കൊടുക്കാം. 3 കൊടുത്തു കഴിയുമ്പോൾ 9 മൈനസ് 12. 9 മൈനസ് 12 എന്ന് പറയുമ്പോൾ മൈനസ് 3 വരും. അപ്പോഴും നെഗറ്റീവ് ആണ്. 4 കൊടുക്കാം. 4 കൊടുക്കാം. 4 16. 16 മൈനസ് 12. 16 മൈനസ് 2 4 വരും. ദാറ്റ് ഈസ് പോസിറ്റീവ്. അപ്പൊ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? The roots lies between 3 and 4. The roots lies between 3 and 4. 3 to 4 ഇടയ്ക്കാണ്. അപ്പൊ x നോട്ട് ഏതാണ് എടുക്കേണ്ടത്? ഡൗട്ട്. x നോട്ട് 3 എടുക്കണോ 4 എടുക്കണോ? അതറിയാനായിട്ട് മോഡുലസ് ഓഫ് f of 3. മോഡുലസ് f of 3 എത്രയാണ്? മോഡുലസ് ഓഫ് മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. മോഡുലസ് f of 4 എത്രയാണ്? മോഡുലസ് f of 4 എന്ന് പറഞ്ഞാൽ ഇവിടെ മോഡുലസ് ഓഫ് 4 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് f of 3 ലെസ് ദാൻ മോഡുലസ് ഓഫ് f of 4. അപ്പൊ നമ്മൾ x നോട്ട് എന്നുള്ള എന്ത് എടുക്കണം? x നോട്ട് എന്നുള്ളത് 3. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. x നോട്ട് 3 എടുക്കണോ 4 എടുക്കണം? ഇവിടെ x നോട്ട് നമ്മൾ എന്താ എടുക്കണേ? x നോട്ട് നമ്മൾ 3 എടുത്തു. കാരണം എന്താണ്? ഇവിടെ f of 3 എന്നുള്ളത് മോഡുലസ് എടുക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. f of 4 എന്നുള്ളത് 16 മൈനസ് ഇവിടെ
എക്സിന് 4 മാക്സിമം 4 വരും. അപ്പോൾ മോഡുലസ് എഫ് ഓഫ് 3 ലെസ് ദാൻ മോഡുലസ് എഫ് ഓഫ് 3 ലെസ് ദാൻ മോഡുലസ് എഫ് ഓഫ് 4 ആണ്. അപ്പൊ നമ്മള് ഇവിടെ എക്സ് നോട്ട് എന്നുള്ളത് 3 എടുക്കുക, ലെസ് ദാൻ ആയതുകൊണ്ട് എക്സ് നോട്ട് എന്നുള്ളത് 3 എടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ഫോർമുല ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമ്മുടെ ഫോർമുലയില് എക്സ് നോട്ട് നമുക്ക് കിട്ടി, എക്സ് നോട്ട് എന്നുള്ളത് 3 ആണ്. റൂട്ട്സ് ലൈസ് ബിറ്റ്വീൻ 3 and 4 എന്ന് മനസ്സിലായി. ഇനി നമുക്ക് x1, x2, x3, x4 കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ ഏതെങ്കിലും 2 വാല്യൂ നമുക്ക് കോയിൻസൈഡ് കിട്ടും. അവിടെയാണ് നമ്മൾ റൂട്ട് ആയിട്ട് കണ്ടുപിടിക്കുക. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ ഫോർമുലയില് n ഈക്വൽ ടു 0 വരുമ്പോൾ x1 is equal to, ഇതാണ് നമ്മുടെ ഫോർമുല, x0 സ്ക്വയർ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x0. x0 എത്ര എടുക്കണേ? 3. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 12 ഡിവൈഡഡ് ബൈ x0 എത്രയായിരുന്നു? x0 എന്ന് പറഞ്ഞാൽ 3 ആണ്, 6. 12 9 21. 21/6 വരും. അപ്പൊ നമുക്ക് 21/6 നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 3.5. അപ്പൊ x1ന്റെ വാല്യൂ നമുക്ക് 3.5 കിട്ടി. x1ന്റെ വാല്യൂ 3.5 കിട്ടി. ഇനി അടുത്ത് നമുക്ക് n = 1 കൊടുക്കാം. n = 1 കൊടുക്കുമ്പോൾ x2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 സ്ക്വയർ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x1. അപ്പൊ നമ്മൾ x1 എത്രയാണ്? 3.5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x1 എത്രയാണ്? x1 എന്ന് പറഞ്ഞാൽ 3.5. അപ്പൊ 3.5 ഹോൾ സ്ക്വയർ പ്ലസ് 12 ബൈ 2 ഇൻറ്റു 3.5. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3. ഒരു വലിയൊരു നമ്പർ ആണ് കിട്ടുന്നത്. 3.46428571428. ഇത്രയും ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. എല്ലാം എടുത്ത് കുറെ ആക്യുറസി കിട്ടാൻ വേണ്ടിയാണ് എല്ലാം എടുത്തത്. അടുത്ത് n = 2 കൊടുക്കാം. n = 2 കൊടുക്കുമ്പോൾ x3 കിട്ടും. x3 എന്ന് പറയുന്നതാണ് x2 സ്ക്വയർ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x2. അപ്പൊ x2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വാല്യൂ, അതായത് 3.464. അപ്പൊ 3.46428571428 ഹോൾ സ്ക്വയർ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.46285711428. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? x3യുടെ വാല്യൂ 3.46410162002 എന്ന് കിട്ടും. കാൽക്കുലേറ്റർ കിട്ടിയ വാല്യൂസ് എല്ലാം എഴുതിയിട്ടാണ്, കിട്ടിയ വാല്യൂ മൊത്തം എഴുതി. അപ്പൊ x3യുടെ വാല്യൂ അങ്ങനെ കിട്ടി. ഇനി n = 4 കൊടുക്കാം. n = 3 കൊടുക്കുമ്പോൾ x4 നമുക്ക് കിട്ടും. x4 എന്ന് പറഞ്ഞാൽ എന്താണ്? x3 സ്ക്വയർ പ്ലസ് 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x3. അതായത് x3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ x3 ഇവിടെ എടുക്കാം. 3.46410162002 the whole square plus 12 divided by 2 into x3 എന്ന് പറഞ്ഞാൽ 3.46410162002. കാൽക്കുലേറ്റർ കിട്ടുന്ന വാല്യൂ മൊത്തം എഴുതിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുറേ ആക്യുറസി കിട്ടും നമുക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.46410165904. അപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. therefore റൂട്ട് ഓഫ് 12ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 3.4641 എന്ന്. therefore the final answer will be root 12ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 3.464. കാരണം ഇത് രണ്ടും കോയിൻസൈഡ് ആണ്. ഇവിടെ 3.461 കിട്ടി, ഇവിടെയും 3.461 കിട്ടി. therefore റൂട്ട് 12ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 3.461. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ ആദ്യം ഫോർമുല കണ്ടുപിടിച്ചു, റൂട്ട് n-ന്റെ ഫോർമുല കണ്ടുപിടിച്ചു. അതിന് ആദ്യം എന്ത് ചെയ്തു? x = √n എടുത്തു. ആദ്യം നമ്മൾ x = √n എടുത്തിട്ട് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്യുമ്പോൾ x² = n കിട്ടി. അപ്പൊ x² - n ആണ് നമ്മുടെ ഫംഗ്ഷൻ എടുക്കേണ്ടത്. f of x എന്നുള്ളത് x² - 1. അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ f' കിട്ടും. അതിനുശേഷം നമ്മുടെ ഫോർമുലയിലെ ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല എന്താണ്? xn + 1 xn - f of x f' ആണ്. നമ്മൾ ആ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് xn² + n/2xn കിട്ടും.
ഡിഫറൻഷിയേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x² + n/2xn വരും. ഇനി ഇവിടെ റൂട്ട് ഓഫ് n റൂട്ട് 12 ആണ്. അപ്പൊ n നമ്മൾ 12 എടുക്കുമ്പോൾ x² + 12/2xn കിട്ടും. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? x² - 12 എന്നാണ്. അതിൽ x 0 കൊടുത്തു, 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു. അപ്പൊ 3 കൊടുക്കുമ്പോൾ നെഗറ്റീവ് കിട്ടും, 4 കൊടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടും. അപ്പൊ നമ്മൾ x0 3 ആണ് എടുക്കേണ്ടത് 4 ആണ് എടുക്കേണ്ടത് നോക്കണം. x0 3 ആണ് എടുക്കേണ്ടത് മനസ്സിലായ എങ്ങനെയാ? മോഡുലസ് f(3) ലെസ് ദാൻ മോഡുലസ് f(4). therefore x0 നമ്മൾ 3 ആയിട്ട് എടുത്തു. ഇനി 3 ആയിട്ട് എടുത്തിട്ട് നമ്മൾ x1 x2 x3 കണ്ടുപിടിച്ചു. ആദ്യം x1 കണ്ടുപിടിച്ചു 3.5 കിട്ടി. ആ x1 ഉപയോഗിച്ച് x2 കണ്ടുപിടിച്ചു. ഫോർമുല നമ്മുടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോർമുലയാണത് x(n² + 12/2xn). ഈ ഫോർമുല കൊടുത്താൽ മതി. അപ്പൊ x2 കിട്ടും, x3 കിട്ടും, x4 കിട്ടും. ഈ x3 x4 നമ്മൾ കോയിൻസിഡൻസ് വരും. 3.464101 ഇവിടെ 464101. therefore നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? റൂട്ട് 12ന്റെ റൂട്ട് എന്ന് പറയുന്നത് 3.4641 എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.